കോഴിക്കോട് കുന്നമംഗലം പതിമംഗലത്ത് വാഹനാപകടമുണ്ടായി. അതിൽ 3 പേർക്ക് ദാരുണാന്ത്യം. പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 2 കാർ യാത്രികരും പിക്കപ്പ് വാൻ ഡ്രൈവറുമാണ് മരിച്ചത്. രാഹുൽ KV വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ആ സംഭവ സ്ഥലത്താണല്ലേ ഇപ്പോൾ നിൽക്കുന്നത്? എങ്ങനെയാണ് ഈ വാഹന അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്? പൂജ, ദാരുണമായ അപകടം തന്നെയാണ്. പതിമംഗലം മുറിയനാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പുലർച്ചെ 2:50 അപകടം സംഭവിച്ചത്. ഇതാണ് ആ കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. I-20 കാറാണ്. വാഹനങ്ങൾ രണ്ടും പൂർണ്ണമായും തന്നെ തകർന്ന സ്ഥിതിയിലാണ്. കാറിലുണ്ടായിരുന്ന 2 പേരും ഒപ്പം പിക്കപ്പിൻ്റെ ഡ്രൈവറുമാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന ഈ മരിച്ച 2 ആളുകളും കോഴിക്കോട് സ്വദേശികൾ തന്നെയാണ്. ഒന്ന് ഈങ്ങാപ്പുഴ സ്വദേശിയും രണ്ടാമത്തെ ആൾ കൊടുവള്ളി സ്വദേശിയുമാണ്. അതായത് എതിർദിശയിലുണ്ടായിരുന്ന 2 വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. പിക്കപ്പ് വാഹനം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടാവും. ആ വാഹനം താമരശ്ശേരി ഭാഗത്ത് നിന്ന് കുന്നമംഗലം ഭാഗത്തേക്ക് പോകുന്നതാണ്. കാറും നേരെ എതിർദിശയിൽ പോവുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ച് ഹൈഡ്രോളിക് കട്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു, പക്ഷേ അതിനു മുൻപ് തന്നെ മരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിവിടെ ആളുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെയുള്ള ആളുകൾ തന്നെയാണോ? ഞങ്ങൾ മലയോരത്തുള്ള 22 നമ്മളെ സുഹൃത്തുമാണ്, നമ്മളെ ഫാമിലിയുമാണ് മരിച്ച ഒരാൾ. ഞങ്ങളിപ്പോൾ കോളേജിൽ നിന്നാണ് വരുന്നത്. മൊത്തം പേരെന്തായിരുന്നു? എത്ര വയസ്സുണ്ട്? പേര് സുബുക്കി എന്നാണ്. 28 വയസ്സുണ്ട്. കൂടെ ഉണ്ടായിരുന്ന ആളാണ് രണ്ടാമത്തെ നാട്ടുകാരനാണ്, നമ്മളെ അയൽവാസിയാണ്, കുടുംബക്കാരനാണ്. പിന്നെ ഒരാൾ നിഹാൽ, ഇവിടെ എരുമോത്ത് വാവാട വീട്. സുബുക്കിയും നിഹാലും കാറിലുണ്ടായിരുന്നവരല്ലേ? സുബിക്കും നിഹാലും. പിന്നെ ഒരാൾ വയനാട് സ്വദേശിയാണ്, പിക്കൽ വാനുള്ള ആളാണ്. പുള്ളിയും മരിച്ചിട്ടുണ്ട്. ഒരു അപകടമൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണോ പ്രത്യേകിച്ചും? ഇത് അപകട മേഖല ആണല്ലോ. ഇവിടെ ഈ സ്ഥലം കണ്ടില്ല നിങ്ങൾ? ഒരു എൻ്റെ ആയ സ്ഥലമാണല്ലോ. പെട്ടെന്ന് ഒരു വാഹനം ഇടിക്കുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു എൻ്റെ ആയ സ്ഥലമാണ്, അപകട മേഖല ആണിത്. നിഹാലും സുബുക്കി എന്ത് ചെയ്യുന്നവരാ? അവർ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നാട്ടിലാണ് പരിപാടി. ഇപ്പോൾ ഒരു നിഹാലൊരു AC-ൻ്റെ പരിപാടിയാണ്. അങ്ങനെയുള്ള നാട്ടിലുള്ള ആളാണ്. വീട്ടുകാർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലോട്ട് പോരുകയാണ്. അതായത് യുവാക്കളാണ് മരിച്ചത്. സുബുക്കി 27, നിഹാൽ 27. 27 വയസ്സുകാരും അതുപോലെ തന്നെ പിക്കപ്പ് വാനിൻ്റെ ഡ്രൈവർ വയനാട് സ്വദേശിയാണ്, ഷമീർ എന്നാണ് പേര്. ഈ 2 പേർക്ക് പരിക്ക് കൂടെ സംഭവിച്ചിട്ടുണ്ട്. പിക്കപ്പിൻ്റെ ക്ലീനർ അടക്കമാണ്. ഈ ക്യാബിൻ, അതായത് പിക്കപ്പ് വാഹനത്തിൻ്റെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചതിന് ശേഷമാണ് ഡ്രൈവറെ പുറത്തെടുക്കാൻ കഴിഞ്ഞതെന്നാണ്. നേർക്കുള്ള ഇടിയിൽ അത്രയും ഈ വാഹനം പൂർണ്ണമായും തന്നെ തകർന്നു എന്ന നിലയിൽ തന്നെയാണ്. ഏതായാലും പൂജ, ഇവരെ ആശുപത്രിയിലേക്ക് ഫയർഫോഴ്സ് പുറത്തെടുത്ത് കൊണ്ടുപോയിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ 3 പേരും മരണപ്പെട്ടു എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ദാരുണമായ അപകടത്തിൽ നടുങ്ങി നിൽക്കുകയാണ് ഈ നാട് ഒന്നടങ്കം എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ. ശരി, രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ, ആ സംഭവ സ്ഥലത്ത് നിന്നുമാണ് റിപ്പോർട്ട് ചെയ്തപ്പോൾ